ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു മാരുതി 800 കാർബറേറ്ററാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാം, ടൈമിംഗ് മാർക്ക് എവിടെയൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ ടാപ്പറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ടാപ്പറ്റ് അതിനകത്താണ് ടാപ്പറ്റ്, അതെങ്ങനെ സെറ്റ് ചെയ്യുക, ടൈമിംഗ് മാർക്ക് എവിടെയാണ്, മാർക്കും കാര്യങ്ങളൊക്കെ എവിടെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ടൈമിംഗ് കേസ് അയക്കണം. ടൈമിംഗ് കേസ് അയച്ചിട്ട് അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് കേസ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗത്താണ് ടൈമിംഗ്. അപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യണം. ആദ്യം ക്രാങ്ക് തിരിച്ച് ക്രാങ്കിൻ്റെ ടൈമിംഗ് കൊടുത്ത് സെറ്റ് ചെയ്യണം. ക്രാങ്കിൻ്റെ മാർക്ക് കണ്ടോ, ഒരു ആരോ കണ്ടോ, ആ ആരോ ഈ പുള്ളിയിലൊരു ഡോട്ട് കണ്ടോ, ആ ആരോ സെയിം ആക്കി വെക്കുക. ആ ആരോയിലേക്ക് ഈ പുള്ളി സെയിം ആക്കി വെക്കുക. അതാണ് ക്രാങ്കിൻ്റെ പൊസിഷൻ കേട്ടോ. ഫസ്റ്റ് സിലിണ്ടറിൽ വരും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിലിണ്ടറിൽ വരും ക്രാങ്കിൻ്റെ പൊസിഷൻ അവിടെയാണ് വരുന്നത്. അടുത്തത് ക്യാമാണ് കേട്ടോ. അപ്പോൾ ക്യാമിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമിൽ കണ്ടോ ഒരു പുള്ളിയിലൊരു വര കണ്ടോ, ഈ കേസിലൊരു ആരോ ഉണ്ടായിരിക്കും. ആ ആരോ സെയിം ആക്കിയിട്ട് ഈ പുള്ളിയിലെ ഈ വര സെയിം ആക്കി വെക്കുക. അതാണ് ക്യാമിൻ്റെ പൊസിഷൻ. അടിയിലൊരു ആരോ ഉണ്ടായിരിക്കും കേട്ടോ. ആ ആരോ അല്ല, അടിയിൽ വിട്ടുള്ള ഒരു ആരോണ്, അത് നേരെ അടിയിലേക്ക് തന്നെ വരണം. മുകളിലില്ല ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആരോ ആണ് ഫസ്റ്റ് വെക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് വെക്കേണ്ടത്. ഇത് കേസിലേക്കുള്ള ആരോഗ്യ കറക്റ്റാക്കി വെക്കുക. അടിയിൽ ആരോ നേരെ അടിഭാഗത്തേക്ക് ആക്കി വെക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈമിംഗ് വെക്കേണ്ടത്. അതായത് ടൈമിംഗ് മാർക്ക് ഇതാണ്. ഇനി നമുക്ക് ടാപ്പറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ടാപ്പറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാൽക്കവർ അയക്കണം. നമുക്ക് വാൽക്കവർ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 4 ബോൾട്ട് ഉണ്ടായിരിക്കും, 10ൻ്റെ 4 ബോൾട്ട് ഉണ്ടായിരിക്കും. ഈ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൽക്കവർ പുറത്തേക്ക് എടുക്കാം. നമ്മൾ വാൽക്കവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ടാപ്പറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ടാപ്പറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈമിംഗ് വെക്കുക. ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 ഇതാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു 4 ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ടൈമിങ്ങിൽ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 4 ടാപ്പറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫ്രീ ആണെന്ന് അറിയാൻ പറ്റും കേട്ടോ. ആ ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതിങ്ങനെ ഫ്രീ ആവണം. ഫസ്റ്റ് ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടാപ്പറ്റുകൾ ഫ്രീ ആവും. എല്ലാം ഇങ്ങനെ കൈകൊണ്ടാക്കുന്ന സമയത്ത് ഫ്രീ ആണുണ്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 10ൻ്റെ നെറ്റ് ലൂസാക്കുക. എന്നിട്ട് മുകളിലത്തെ അതിൽ മൈനസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അടിയിൽ ഫില്ലർ ഗേജ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ക്രാങ്ക് ഒരു റൗണ്ടും കൂടി തിരിക്കുക. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ അടിയിൽ പറഞ്ഞ ആരോ ഉണ്ടല്ലോ, ക്യാമിൻ്റെ അടിയിൽ പറഞ്ഞ ആരോ, അത് നേരെ മുകളിൽ വരും, മുകളിലാക്കണം. അതുകൊണ്ട് ഈ ആരോ നേരെ മുകളിൽ കൊണ്ടുവയ്ക്കണം. അതായത് ക്രാങ്ക് ഒന്നുകൂടി തിരിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ വരും. ആ മുകളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ടാപ്പറ്റ് പറഞ്ഞാൽ ഈ 2 ടാപ്പറ്റ്, ഒന്ന് ഇത്, നേരെ അപ്പുറത്തെ ഇതുമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 2 അടുത്ത റൗണ്ടിൽ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ടാപ്പറ്റ്. അപ്പം മാരുതി 800ൻ്റെയും ഒമ്നി ഒക്കെ സെയിം ആണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യൽ, ടൈമിംഗ് മാർക്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്.